For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഇന്ത്യയിൽ പുതുതായി നടപ്പാക്കിയ ചരക്കു സേവന നികുതി കൊണ്ട് പലതരത്തിലും സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോഴിതാ പ്രവാസികൾ കാർഗോ ഏജൻസികൾ വഴി നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുന്നതിനും ഇത് തിരിച്ചടിയായിരിക്കുന്നു. ഇതുവരെ 20,000 രൂപയുടെ സാധനങ്ങൾ നാട്ടിലേക്ക് നികുതി ഒന്നുമില്ലാതെ അയക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ GST വന്നതോടെ ഇത് റദ്ദാക്കി. ഇനി മുതൽ കസ്റ്റംസ് തീരുവയും ചരക്കു സേവന നികുതിയും സെസ്സും അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. 41% വരുമിത്. ഇത് സംബന്ധിച്ച് യാതൊരു മുന്നറിയിപ്പും കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് നൽകിയിരുന്നില്ലെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഇതുകാരണം നാട്ടിലേക്ക് അയച്ച ടൺ കണക്കിന് കാർഗോ ഉരുപ്പടികൾ നാട്ടിൽ വിവിധ വിമാനത്താവളങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. 4 ദിവസമായി ഗൾഫ് മേഖലയിലെ 100 കണക്കിന് കാർഗോ സ്ഥാപനങ്ങൾ പാഴ്സലുകൾ ഏറ്റെടുക്കുന്നില്ല. 20,000 രൂപയുടെ സാധനം അയക്കാൻ 8,200 രൂപ നികുതി അടയ്ക്കണമെന്ന നിർദ്ദേശം ഈ മേഖലയെ തന്നെ തകർക്കുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി 2 ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്ന മേഖല കൂടിയാണിത്. ഇവരിൽ 90% മലയാളികളാണ്. ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി വിമാനത്താവളങ്ങളിൽ കാർഗോ നീക്കം മുടങ്ങിക്കിടക്കുകയാണ്. ഇവയിൽ 95% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ്. സാധാരണയായി വിമാനത്തിൽ യാത്രക്കാരനൊപ്പം 30 കിലോ ബാഗേജ് മാത്രമേ കൊണ്ടുപോകാനാകൂ എന്നതുകൊണ്ട് തന്നെ പ്രവാസികൾ വീട്ടിലേക്ക് വസ്ത്രം, ഭക്ഷ്യവസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ മുതലായവ കാർഗോ വഴിയാണ് അയച്ചിരുന്നത്. എല്ലാ വർഷവും നാട്ടിൽ പോകാൻ സാധിക്കാത്ത സാധാരണക്കാരായ പ്രവാസികളും ആഘോഷവേളകളിൽ വീട്ടുകാർക്ക് പാഴ്സലുകളാണ് അയച്ചു വന്നിരുന്നത്. ഇതിനാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. പ്രവാസികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും ഏറ്റവും പുതിയ വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.